നീ അറിഞ്ഞാ? ഗ്രാൻഡ് ഫിനാലേക്ക് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങും. എന്തിന്? അത് വഴിയെ മനസ്സിലായിക്കോളൂ. നീ ഇതാരോടും പറയാൻ നിക്കണ്ടേട്ടാ. ഒരാഴ്ചക്കകം അത് സംഭവിക്കോടാ ചന്ദ്രു. ചിലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല എടുത്തേ. ആരാ ഒരാള്? പൂത്തക്കോടനായിരിക്കും. അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ആരുടെ കളർ ബോംബിൽ നിന്നാണോ ചുവന്ന പുക ഉയരുന്നത്, ആ വ്യക്തി ഇപ്പോൾ വിട പറയും. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ. അയ്യോ, എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോമനാളി. 3 പേർക്കും സംശയമുണ്ടല്ലേ? എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ്, അനുമോള്, അനീഷ്, ഷാനവാസ് ഇവരെല്ലാം തന്നെ സേവ് ആകാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ്. അത് ആണെങ്കിൽ അക്ബറിനും നല്ലൊരു സപ്പോർട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നെവിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നെവിനും അവിടെ സേവ് ആകാനുള്ള സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. സംശയിക്കണം, ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. ഇത്തവണ പുറത്താകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു 2 മത്സരാർത്ഥിനെയാണ് ആദിലയും നൂറയും ആണ്. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? ആ ഒരാൾ ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത്. അതിൽ കൂടുതലും പോകാൻ സാധ്യതയുള്ളത് ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം, ആദിലയായിരിക്കും. ഞാൻ പൊട്ടിക്കാം. മല്ലയാ, ഞാൻ പോകണേ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി.